തമിഴ്നാട്ടിലെ ലക്ഷക്കണക്കിന് കർഷകർക്ക് വൻ ആശ്വാസമേകി മുഖ്യമന്ത്രി സി ജോസഫ് വിജയുടെ ജനക്ഷേമ പ്രഖ്യാപനം. ടി.വി.കെ സഖ്യ സർക്കാർ അധികാരത്തിൽ 100 ദിവസം പൂർത്തിയാക്കുന്ന വേളയിൽ 6220 കോടി രൂപയുടെ കാർഷിക വായ്പകൾ എഴുതിത്തള്ളുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തെ കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകുന്നതാണ് ഈ ചരിത്ര തീരുമാനം. തമിഴ്നാട്ടിൽ കർഷകർക്ക് ആശ്വാസമായി വൻ പ്രഖ്യാപനമാണ് ടി.വി.കെ നടത്തിയത്. തമിഴ്നാട്ടിലെ ജനങ്ങൾ തങ്ങളുടെ ജീവനും കർഷകർ ജീവനാഡിയുമാണ്. കർഷകരുടെ ജീവിതം സംരക്ഷിക്കുക, അവരുടെ കടബാധ്യത കുറയ്ക്കുക, കൃഷി ശക്തിപ്പെടുത്തുക എന്നതാണ് സർക്കാരിന്റെ പ്രധാന ഉത്തരവാദിത്തങ്ങൾ. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഞെരുക്കങ്ങൾക്കിടയിലും കർഷകർക്ക് ഉടൻ ആശ്വാസം നൽകാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സർക്കാരിന്റെ പുതിയ പ്രഖ്യാപന പ്രകാരം സഹകരണ ബാങ്കുകളിൽ നിന്ന് 75,000 രൂപ വരെ വായ്പയെടുത്തവരുടെ കടം പൂർണ്ണമായും എഴുതിത്തള്ളും. 75,000 രൂപയ്ക്കും 1 ലക്ഷം രൂപയ്ക്കുമിടയിൽ വായ്പയെടുത്തവർക്ക് 75,000 രൂപയുടെ ഇളവ് ലഭിക്കും. 1 ലക്ഷത്തിന് മുകളിൽ വായ്പയെടുത്തവർക്ക് 35,000 രൂപയുടെ ഇളവാണ് ലഭിക്കുക. 2,38,264 കർഷകർക്കാണ് നേട്ടമുണ്ടാവുക. ഇളവുകൾക്കായി 953.06 കോടി രൂപ സർക്കാർ അധികമായി കണ്ടെത്തും. ഇതോടെ പദ്ധതിയുടെ മൊത്തം ചെലവ് 6,220 കോടി രൂപയാകും. നേരത്തെ ടി.വി.കെ സർക്കാർ 50,000 രൂപ വരെയുള്ള വായ്പകൾ എഴുതിത്തള്ളിയിരുന്നു. പിന്നീട് കർഷക സംഘടനകളുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷം പദ്ധതി വിപുലീകരിക്കുകയായിരുന്നു. ജൂലൈ 31 വരെയുള്ള കണക്കനുസരിച്ച് 13.34 ലക്ഷം കർഷകരുടെ അക്കൌണ്ടുകളിലേക്ക് 5,267 കോടി രൂപ ഇതിനകം കൈമാറിയിട്ടുണ്ട്. മെയ് 25-ന് അധികാരമേറ്റ ടി.വി.കെ സർക്കാർ 15 ദിവസത്തിനുള്ളിൽ 50,000 രൂപ വരെയുള്ള വായ്പകൾ എഴുതിത്തള്ളിയിരുന്നു. പിന്നീട് കർഷക സംഘടനകളുമായി ചർച്ച നടത്തിയ ശേഷം ജൂൺ 19-ന് പദ്ധതി വിപുലീകരിക്കുകയായിരുന്നു. ടി.വി.കെ സർക്കാർ അധികാരമേറ്റ് 15 ദിവസത്തിനകം തന്നെ കർഷകരുടെ 50,000 രൂപ വരെയുള്ള കാർഷിക വായ്പകൾ എഴുതിത്തള്ളുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇതിനുശേഷം വിവിധ കർഷക സംഘടനകളുമായി നടത്തിയ ചർച്ചകളുടെയും അവരുടെ ആവശ്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഈ ആനുകൂല്യ പരിധി വർദ്ധിപ്പിക്കാൻ സർക്കാർ തീരുമാനിക്കുകയായിരുന്നു. ഇതനുസരിച്ചാണിപ്പോൾ വായ്പാ ഇളവ് പരിധി 75,000 രൂപയായി ഉയർത്തിയത്. മുൻപ് പ്രഖ്യാപിച്ച പദ്ധതി പ്രകാരം 5,932.23 കോടി രൂപയായിരുന്നു ആകെ വായ്പാ ഇളവിനായി കണക്കാക്കിയിരുന്നത്. അതിൽ 5,267 കോടി രൂപ ഇതിനകം തന്നെ കർഷകരുടെ അക്കൌണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇളവ് പരിധി 75,000 രൂപയായി പുതുക്കിയതോടെ സർക്കാരിന് 953.06 കോടി രൂപയുടെ അധിക സാമ്പത്തിക ബാധ്യതയുണ്ടാകും. ഇതോടെ ആകെ പദ്ധതി വിഹിതം 6,220 കോടി രൂപയായി ഉയർന്നു. സർക്കാരിന് നിലവിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും കർഷക ക്ഷേമത്തിനാണ് തന്റെ സർക്കാർ മുൻഗണന നൽകുന്നതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. തമിഴ്നാട്ടിലെ കാർഷിക മേഖല നേരിടുന്ന കടുത്ത പ്രതിസന്ധികൾക്കിടയിൽ കർഷകർക്ക് വലിയൊരു ആശ്വാസമാണ് ഈ 6,220 കോടി രൂപയുടെ വായ്പ എഴുതിത്തള്ളൽ പദ്ധതി. സർക്കാരിന്റെ ഈ ജനക്ഷേമ തീരുമാനം കർഷകരുടെ ജീവിത നിലവാരം ഉയർത്താൻ സഹായിക്കുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. എങ്കിലും ഈ സാമ്പത്തിക ബാധ്യത സംസ്ഥാനത്തിന്റെ ഖജനാവിനെ എങ്ങനെ ബാധിക്കുമെന്ന കാര്യത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകൾ ഉണ്ടായേക്കാം. ചുരുക്കത്തിൽ അധികാരമേറ്റ് വെറും 100 ദിവസങ്ങൾക്കുള്ളിൽ കർഷക ലക്ഷ്യങ്ങളുടെ കണ്ണീരൊപ്പാൻ മുഖ്യമന്ത്രി വിജയ്ക്ക് സാധിച്ചുവെന്നത് ഈ സർക്കാരിന്റെ വലിയൊരു ജനപ്രിയ നേട്ടമാണ്. കാർഷിക മേഖലയെ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ സംസ്ഥാനത്തിന് മുന്നോട്ടു പോകാനാകൂ എന്ന വലിയൊരു സന്ദേശമാണ് ഈ പ്രഖ്യാപനത്തിലൂടെ മുഖ്യമന്ത്രി നൽകുന്നത്. കർഷകർക്കായി പ്രഖ്യാപിച്ച ഈ പദ്ധതി ഒരു മാതൃകാപരമായ ചുവടുവെപ്പാണ് എന്നതിൽ സംശയമില്ല. അതിനിടെ തമിഴ്നാട്ടിൽ വിജയ് സർക്കാർ കഴിഞ്ഞ ദിവസം 100 ദിവസം പൂർത്തിയാക്കി. വിജയ്ക്കുള്ള ജനകീയ സ്വീകാര്യതയും അഴിമതിക്കെതിരായ കർശന നിലപാടുമാണ് സർക്കാരിന്റെ പ്രധാന കരുത്തായി ചൂണ്ടിക്കാണിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.